ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴേ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ചെയ്തത് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല, ചെയ്ത വർക്ക് തെറ്റിപ്പോയപ്പോൾ ത്രെഡ് വലിച്ചെടുക്കേണ്ടി വന്നതാണ്. ഞാനിവിടെ ലെറ്റർ 6 ഒന്ന് പഞ്ച് ചെയ്യാൻ നോക്കിയതാണ്. അങ്ങനെ പഞ്ചിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വെച്ച് നോക്കിയപ്പോഴാണ് പണി കിട്ടിയെന്ന് മനസ്സിലായത്. ശരിക്കും ലെറ്റേഴ്സ് പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് അതിൻ്റെ മിറർ സൈഡൊക്കെ മാറ്റി വരച്ചിട്ട് വേണം പഞ്ച് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇതേപോലെയാവും കിട്ടുക. ഇവിടെ കണ്ടോ, സി പഞ്ച് ചെയ്തപ്പോൾ ഒരു പ്രശ്നമില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ 6 പഞ്ച് ചെയ്തപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ആദ്യം നല്ല വിഷമമായിട്ടാണ്, ഇനി ഇത് വീണ്ടും ചെയ്യണ്ടേ എന്നുള്ള കാര്യം ആലോചിച്ചിട്ടാണ് വിഷമമായത്. പിന്നെ ആ നൂലിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ സത്യം പറയാലോ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ചെയ്ത് വന്നപ്പോൾ നല്ല രസമായിരുന്നു. എല്ലാ ലെറ്റേഴ്സിനും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ A, C, O ഒക്കെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, നോർമലി ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. മറ്റു പല ലെറ്റേഴ്സും ചെയ്യുമ്പോൾ ഇതേപോലെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇതേപോലെ പണി കിട്ടും. ഈ പഞ്ച് നീഡിലായിട്ട് എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയാണ്, നൂല് നമുക്ക് അങ്ങനെ വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇതുപോലെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും അത് വലിച്ചെടുത്തിട്ട് ആ നൂല് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അറ്റം എവിടെയൊന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇനിയിപ്പോൾ നൂലിൻ്റെ അറ്റം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നടുവിൽ വെച്ചിട്ട് വലിച്ചാലും ആ നൂലങ്ങ് ഇളകിപ്പോരും. അത് വീണ്ടും പഞ്ച് നീഡിലിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നൂല് വേസ്റ്റ് ആവുന്നുള്ള പേടിയും വേണ്ട.